ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ എന്നീ പോർഷൻ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കമ്പോണന്റ് വിച്ച് ഒപ്പോസസ് എനി ചേഞ്ച് ഇൻ കറണ്ട് ഈസ് കോൾഡ്. കമ്പോണന്റ് വിച്ച് ഒപ്പോസസ് എനി ചേഞ്ച് ഇൻ കറണ്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഇൻഡക്ടർ ആണ്. ഓക്കെ, കമ്പോണന്റ് വിച്ച് ഒപ്പോസസ് എനി ചേഞ്ച് ഇൻ കറണ്ട് ഇൻഡക്ടറും, അതേപോലെ കമ്പോണന്റ് വിച്ച് ഒപ്പോസസ് എനി ചേഞ്ച് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നതാണ് നമ്മുടെ കപ്പാസിറ്റർ. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ എ ഇൻഡക്ടർ ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ പോളറൈസ്ഡ് കപ്പാസിറ്റർ. പോളറൈസ്ഡ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് പൊളാരിറ്റി ഉണ്ടാവും, പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. അതിനെയാണ് പോളറൈസ്ഡ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഏതാണ്? ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ ആണെന്ന് നമുക്കറിയാം. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ടാൻഡാലം ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ. ഇവിടെ പേപ്പർ കപ്പാസിറ്റർ നോക്കിയാലും, പ്ലാസ്റ്റിക് ഫിലിം കപ്പാസിറ്റർ നോക്കിയാലും, സെറാമിക് കപ്പാസിറ്റർ നോക്കിയാലും ഇതെല്ലാം എന്താണ്? പോളറൈസ്ഡ് അല്ല, പൊളാരിറ്റി ഇല്ലാത്തവയാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how electrical energy is stored in a capacitor. ഇലക്ട്രിക്കൽ എനർജി നമ്മുടെ കപ്പാസിറ്ററിന്റെ ഉള്ളിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആയിട്ടാണ്. സോ ഓപ്ഷൻ ബി ആസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്നാണ് ആൻസർ വരുന്നത്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ കപ്പാസിറ്റർ ഇതാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്ലേറ്റ്സിന്റെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത് എനർജി, ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യുന്നത്. അതായത് the field is created by the separation of charge on plates ആണ്. പോസിറ്റീവ് ചാർജസ് ഒരു പ്ലേറ്റ്സിന്റെ സൈഡിലേക്കും നെഗറ്റീവ് ചാർജസ് അനദർ പ്ലേറ്റിന്റെ സൈഡിലേക്കും ആയിരിക്കും അക്യുമുലേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആയിട്ടാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. അത് പ്ലേറ്റ്സിന്റെ ഇടയിലായിട്ടായിരിക്കും. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റീറ്റെയിൻ ഇറ്റ്സ് മാഗ്നറ്റിസം. ഒരു മെറ്റീരിയലിന്റെ എബിലിറ്റി, അതായത് മാഗ്നറ്റിസം എന്ന പ്രോപ്പർട്ടി നിലനിർത്താനുള്ള ഒരു എബിലിറ്റി എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്ന് പറയുന്നത് റിറ്റന്റിവിറ്റി ആണ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ വരുന്നത്. അതായത് എക്സ്റ്റേണലി ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താലും മാഗ്നറ്റിസം നിലനിർത്താനുള്ള എബിലിറ്റിയെ പറയുന്ന പേരാണ് റിറ്റന്റിവിറ്റി. എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡിൽ അത് നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു മെഷർ ആണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ പെർമനന്റ് മാഗ്നറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റീല് പോലുള്ള കമ്പോണൻസിന് കൂടുതലായിരിക്കും റിറ്റന്റിവിറ്റി. പക്ഷേ ഫെറോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന മെറ്റീരിയൽസിലൊക്കെ എന്തായിരിക്കും? സോഫ്റ്റ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിനൊക്കെ ലോ റിറ്റന്റിവിറ്റി ആയിരിക്കും. ഓക്കെ, റിറ്റന്റിവിറ്റിക്ക് സിമിലർ ആയ ഒരു ടേം തന്നെയാണ് റെസിഡ്വൽ മാഗ്നറ്റിസം. അതും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താൽ എത്രത്തോളം മാഗ്നറ്റിസം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു ടേം തന്നെയാണ്. പക്ഷേ റെസിഡ്വൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഒരു ആക്ച്വൽ മാഗ്നറ്റിക് ഫീൽഡ് റിമൈനിങ്ങിനെ സൂചിപ്പിക്കുന്നു. പക്ഷേ റിറ്റന്റിവിറ്റി എന്താണ്? അത് ഒരു പൊട്ടൻഷ്യൽ ഫോർ മാഗ്നറ്റിസം ആണ്. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ റെസിസ്റ്റിവിറ്റി എന്താണെന്ന് നമുക്കറിയാം. അതായത് ഹൗ സ്ട്രോങ്ലി എ മെറ്റീരിയൽ റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ളതാണ് റെസിസ്റ്റിവിറ്റി. അതിന് മാഗ്നറ്റിസവുമായിട്ട് ബന്ധമില്ല. സോ ഓപ്ഷൻ എ റിറ്റന്റിവിറ്റി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the capacitive reactance is dash when the frequency is increased. Capacitive reactance exceed equation എന്താണ്? 1/2 pi fc ആണ്. When the frequency increased, frequency ആണ് കൂടുന്നത്, then frequency increase ചെയ്താൽ frequency is inversely proportional to xc ആണ്. frequency കൂടിയാൽ ഓട്ടോമാറ്റിക്കലി xc എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. x ഈക്വൽ ടു 1/2 pi fc. അതേപോലെ xl is equal to 2 pi fl ആണ്. ഓക്കെ, ഇതെന്താണത് എന്ന് വെച്ചാൽ ഇത് ഇൻഡക്ടറിന്റെ കേസിലും ഇത് കപ്പാസിറ്ററിന്റെ കേസിലും ഇത് കപ്പാസിറ്റീവ് റിയാക്ടൻസ്, ഇത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ റെസിസ്റ്റർ വിത്ത് കളർ കോഡ്സ് വാല്യൂ 1000 ohm plus or minus 20% tolerance can have the actual resistance between. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ടോളറൻസ് 20 വാല്യൂ വരുന്നത് ഏത് കളറിനാണ്? നോ കളർ, അതായത് കളർ ഇല്ല എന്നുണ്ടെങ്കിലാണ് ടോളറൻസ് എന്ന് പറയുന്നത് പ്ലസ് ഓ മൈനസ് 20 വരുന്നത്. പക്ഷേ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നാൽ 1000 പ്ലസ് ഓ മൈനസ് 20 എന്ന് പറഞ്ഞാൽ 20%, 1000ന്റെ 20% എത്രയാണ്? 200 ആണ്. ഓക്കെ, അപ്പോ 1000 പ്ലസ് 200, അതുപോലെ 1000 മൈനസ് 200, ഇതിന് ബിറ്റ്വീൻ ആയിരിക്കും. 1000 മൈനസ് 200 എത്രയാണ്? 800 ഓമിനും 1000 പ്ലസ് 200 എത്രയാണ്?
1200 ഓമിനും മിഡിലായിരിക്കും. ഈ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. സോ 800 ഓം ആൻഡ് 1200 ഓം എന്നുള്ളതാണ് റൈറ്റ്. സോ ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ എ കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ കളർ കോഡഡ് വിത്ത് യെല്ലോ, വയലറ്റ്, ഓറഞ്ച് ആൻഡ് സിൽവർ സ്ട്രൈപ്സ് ലെഫ്റ്റ് ടു റൈറ്റ് ദ റെസിസ്റ്റൻസ് ആൻഡ് ടോളറൻസ് ആർ. ഇവിടെ പറയുന്നു ലെഫ്റ്റ് ടു റൈറ്റ് ആണെന്ന്, അതായത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ സാധാരണ കളർ കോഡ് പറയുന്നത്. ഇവിടെ ഏതൊക്കെയാണ് കളേഴ്സ്? യെല്ലോ, വയലറ്റ്, ഓറഞ്ച്, ദെൻ സിൽവർ. അപ്പോൾ ഇത് 4 ബാൻഡ് കളർ കോഡിംഗ് സിസ്റ്റം ആണ്. ആദ്യത്തെ 2 കളേഴ്സിന് ഡിജിറ്റ്സും, മൂന്നാമത്തെ കളറിന് മൾട്ടിപ്ലയറിലും, നാലാമത്തത് ടോളറൻസുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കളർ കോഡ് എന്താന്ന് നോക്കാം. കളർ കോഡ് നമ്മൾ എപ്പോഴും ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കാം. ഒരു ടേബിൾ ഉണ്ട് കളർ കോഡിന്റെ, അത് നമ്മൾ മുന്നേ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ കറക്റ്റ് ആയിട്ടും ഏത് കളറിന് ഓരോ കളറും ഏതൊക്കെ ഡിജിറ്റ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ യെല്ലോ എന്ന് പറയുന്നത് 4 ആണ്, വയലറ്റ് എന്ന് പറഞ്ഞാൽ 7 ആണ്, അതേപോലെ തന്നെ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലയർ ആണ്, അത് 3 ആണ്. സോ മൾട്ടിപ്ലയർ ആകുമ്പോൾ 10⁻³ എന്ന് കൊടുക്കുക. അതേപോലെ സിൽവർ എന്ന് പറയുമ്പോൾ അതിന്റെ ടോളറൻസ് 10% ആണ്. ഓക്കെ, ഗോൾഡിൻ്റെത് 5, സിൽവറിൻ്റെത് 10, നോ കളറിൻ്റെത് 20. അങ്ങനെയാണ് ടോളറൻസ് വരിക. ഓക്കെ, അപ്പൊ ഇത് 47K ആണ്, 47 കിലോ ഓം ആണ് വരിക. ഓക്കെ, ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഓപ്ഷനിൽ ഏതാന്ന് നോക്കുക. കണ്ടില്ലേ, 47 കിലോ ഓം പ്ലസ് ഓ മൈനസ് 10% ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5 capacitor each of 5 microfarad are connected in parallel. The equivalent capacitance will be 5 microfarad ഉള്ള കപ്പാസിറ്റേഴ്സ് എത്ര എണ്ണം? 5 എണ്ണം. അതായത് ഓരോ കപ്പാസിറ്റേഴ്സിന്റെയും വാല്യൂ സെയിം തന്നെയാണ്. അതിൽ പാരലൽ കണക്ഷൻ ആണ് പറയുക. പാരലലി ആണെങ്കിൽ നമുക്കറിയാം ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ കപ്പാസിറ്റേഴ്സിന്റെ സം എടുക്കുന്നതിന് ഇക്വലന്റ് ആയിരിക്കും. അപ്പോൾ n ഈക്വൽ കപ്പാസിറ്റൻസ് ഉണ്ടെങ്കിൽ NC എന്നുള്ളതായിരിക്കും കിട്ടുക. എന്നാൽ സീരീസ് കണക്ഷൻ ആവുമ്പോൾ എങ്ങനെയാണ്? റെസിപ്രോക്കൽ ഓഫ് കപ്പാസിറ്റൻസ് ആണ് എടുക്കുക. അതുകൊണ്ട് തന്നെ സീരീസ് ആണെങ്കിൽ സെയിം വാല്യൂ ആണ് കപ്പാസിറ്ററിനെങ്കിൽ n നമ്പർ ഓഫ് കപ്പാസിറ്റൻസ് ഉണ്ടെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു C/n ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? സീരീസ് അല്ല, പാരലൽ ആണ് വേണ്ടത്. സോ ഇതാണ് ഇക്വേഷൻ വേണ്ടത്. C ടോട്ടൽ എന്ന് പറയുന്നത് NC ആയിരിക്കും. ഇവിടെ n എന്ന് പറയുന്നത് 5 ആണ്. 5 മൈക്രോഫാരഡ് ആണ് കപ്പാസിറ്റൻസ്. സോ 25 മൈക്രോഫാരഡ് ആണ് ആൻസർ വരിക. ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, 25 മൈക്രോഫാരഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഓഫ് ഡയമീറ്റർ. ഇവിടെ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഡയമീറ്റർ എന്താണ്? D ആണെന്നും ലെങ്ത് എന്ന് പറയുന്നത് L ആണെന്നും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R ഓം ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇഫ് ദ ഡയമീറ്റർ ഓഫ് ദ കണ്ടക്ടർ ഈസ് ഹാഫ് ആൻഡ് ദ ലെങ്ത് ഈസ് ഡബിൾഡ് ദ റെസിസ്റ്റൻസ് വിൽ ബി. ഇവിടെ റെസിസ്റ്റൻസ് R എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നോട്ട് ചെയ്യാം. റോ L/A എന്നുള്ളതാണ്. നമുക്കിവിടെ ഡയമീറ്റർ, എന്നിട്ട് റോ L/A റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റോ L/A എന്ന് പറഞ്ഞാൽ πr² ആണ്. ഇവിടെ ആറിന്റെ ടേംസിലാണ്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2r എന്ന് പറയുന്നതാണ് ഡയമീറ്റർ. ദെൻ R എന്ന് പറയുന്നത് എന്തെന്ന് വരും? D/2 എന്ന് വരും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റോ L/π ഇൻറ്റു D/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുക. ദെൻ ചേഞ്ച് വന്ന ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കുക. റോ L/π D/2 ദ ഹോൾ സ്ക്വയറിൽ എന്തൊക്കെ ചേഞ്ച് വന്നു? നമ്മുടെ ലെങ്ത് ഡബിൾ ആയി. ദെൻ 2 റോ L എന്നാവും. അതേപോലെ തന്നെ ഡയമീറ്റർ എന്തായി? ഹാഫ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് D/4 ദ ഹോൾ സ്ക്വയർ എന്നായി മാറും. ഓക്കെ, അങ്ങനെ വരുമ്പോ നമുക്ക് എന്താവും? 2 റോ L ഡിവൈഡഡ് ബൈ 1/4 π D/2 ദ ഹോൾ സ്ക്വയർ എന്നായിരിക്കും വരിക. ഇത് പുറത്തേക്ക് എടുക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് 8 ഇൻറ്റു റോ L/π ഇൻറ്റു D/2 ദ ഹോൾ സ്ക്വയർ അങ്ങനെ വരും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1 റെസിസ്റ്റൻസിന് ഇക്വലന്റ് അല്ലേ? ഇത് R അല്ലേ? അപ്പൊ ഈ ഒരു വാല്യൂവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? R എന്ന് കൊടുക്കാം. ദെൻ ഓപ്ഷൻ
ഡി ആയിരിക്കും വരുന്നത്. 8R എന്ന് വരും. 8R ഓം എന്നുള്ളതാണ് ഈ ന്യൂ റെസിസ്റ്റൻസിന്റെ വാല്യൂ. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ആദ്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കണ്ടക്ടറിന്റെ ഡയമീറ്റർ ഹാഫ് ആയി എന്ന് പറഞ്ഞു, അതേപോലെ ലെങ്ത് ഡബിൾ ആയി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡയമീറ്ററിന്റെ ടേംസിലേക്ക് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ മാറ്റി, എന്നിട്ട് ഈ വരുന്ന ചേഞ്ചസ് കൊടുക്കുമ്പോൾ, എന്നിട്ട് അവസാനം ഈ വരുന്ന ചേഞ്ചസ് കൊടുത്തിട്ട് ഈ ആറിന്റെ വാല്യൂ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ നമുക്ക് 8R എന്നായിരിക്കും ആൻസർ കിട്ടുക. റെസിസ്റ്റൻസിന്റെ വാല്യൂ 8 ടൈംസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The electrical energy consumed by a coil is stored in the form of. Electrical energy consumed by a കോയിലാണ്. കോയിലിന്റെ കേസിൽ നമുക്കറിയാം എന്തായിട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരിക. ഇൻഡക്ടറിന്റെ കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു കോയിൽ എന്ന് പറയുന്നത് എനർജി സ്റ്റോർ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ രൂപത്തിലാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ടേംസിൽ എനർജി സ്റ്റോർ ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? കപ്പാസിറ്റർ ആണ്. കമ്പോണന്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റർ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് എനർജി സ്റ്റോർ ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് ഇൻഡക്ടർ ആയിരിക്കും. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെല്ലോ, വയലറ്റ്, റെഡ് ഇൻഡിക്കേറ്റ്. ഇവിടെയും നമ്മൾ കളർ കോഡിന്റെ ക്വസ്റ്റ്യൻ ആണ്. യെല്ലോയുടെ നമ്പർ ഏതാണ്? യെല്ലോ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ 4 ആണ്. അതേപോലെ വയലറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് 7 ആണ്. റെഡിന്റെ മൾട്ടിപ്ലയർ 2 ആണ്. ദെൻ 4.7 കിലോ ഓം എന്ന് വരും. ഓക്കെ, 47 into 100 ആണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ വരും? 4.7 കിലോ ഓം. അതുണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. കളർ കോഡിങ്ങിന്റെ ആ ടേബിൾ ബൈഹാർട്ടായി വെച്ചേക്കുക. സെയിം അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എല്ലാത്തിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കളർ കോഡ് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇത് 4 ബാൻഡ് കളർ കോഡിംഗ് സിസ്റ്റം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, 2 എണ്ണം, ആദ്യത്തെ 2 എണ്ണം നമ്മൾ ഡിജിറ്റ് ആയിട്ടും മൂന്നാമത്തത് മൾട്ടിപ്ലയർ ആയിട്ടുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When 10 resistors each 47 ohm, റെസിസ്റ്റൻസിന്റെ വാല്യൂ 47 ഓം ആണ്. എത്ര എണ്ണം ഉണ്ട്? എന്നിന്റെ വാല്യൂ 10 ആണ്. പാരലൽ കണക്ഷൻ ആണെന്ന് പറയുന്നു. കപ്പാസിറ്ററിന്റെ കേസിലും റെസിസ്റ്ററിന്റെ കേസിലും നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിന്റെ കേസിൽ നമ്മുടെ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ C/N ആയിരിക്കും. റെസിസ്റ്റൻസിന്റെ കേസിൽ NR ആയിരിക്കും. പാരലൽ കേസ് ആണെന്നുണ്ടെങ്കിൽ കപ്പാസിറ്ററിന്റെ കേസിൽ NC ആയിരിക്കും. അതേപോലെ തന്നെ റെസിസ്റ്ററിന്റെ കേസിൽ R/N ആയിരിക്കും. എന്താണ് അതിൽ വ്യത്യാസം? അതായത് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന കപ്പാസിറ്ററിന്റെ ഒരു ഇക്വലന്റ് കപ്പാസിറ്റർ ചോദിച്ചാൽ 1/C1 + 1/C2 + എക്സെട്ര എന്ന് എഴുതുന്ന സ്ഥാനത്ത് റെസിസ്റ്ററിന്റെ വരുമ്പോൾ സീരീസ് ആണെങ്കിൽ R1 + R2 + R3 എന്നാണ്. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻസ് ഇങ്ങനെ മാറിയത്. പാരലലാണ്. പാരലൽ എന്താണ്? R/N ആണ് ഇക്വേഷൻ. ഇവിടെ R എന്ന് പറയുന്നത് 47 ആണ്, N എന്ന് പറയുന്നത് 10 ആണ്. ദെൻ 4.7 ഓം എന്നാണ് ഇക്വലന്റ് റെസിസ്റ്റൻസ് വരിക. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The quality factor Q of an ideal inductor is infinity ആണ്. ഐഡിയൽ ഇൻഡക്ടറിന്റെ Q ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. Signing off your study partner, click. Focus on what really matters.